ലീഗുകാർ തിങ്ങിത്താമസിക്കുന്ന ഒരു പ്രദേശത്തെ റോട്ടിൽ വീണ ഒരു ഫ്രൂട്ടിയുടെ പാക്കറ്റിന്റെ മുകളിൽ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് ഠേ എന്ന് ഒച്ചപ്പെട്ടാൽ പാകിസ്ഥാൻ ഒച്ച. ഏതെങ്കിലും ഒരു ലീഗുകാരന്റെ അടുക്കളയിൽ അടുപ്പിൽ വീണ കടുകുമണികൾ കിടുകിടാ പൊട്ടിത്തെറിക്കുമ്പോ പാകിസ്ഥാന്റെ പീരങ്കിപ്പട അടുക്കളയിൽ വന്നു എന്നും അട്ടത്തു നിന്നെങ്ങാനും ഒരു എട്ടുകാലി ഇറങ്ങിയാൽ ആയുധം നിറച്ച പാകിസ്ഥാന്റെ ഹെലികോപ്റ്ററാണെന്നും പറയുന്നവരോടൊക്കെ എന്തു പറയാനാ? ലീഗ് ജയിച്ചാൽ ഒരു പച്ച ലഡു കൊടുക്കാൻ വയ്യാതായി, പച്ച പായസം കൊടുക്കാൻ വയ്യാതായി. ഇതെന്തു പച്ചയും? ഈ പച്ച കണ്ട കാളകളെല്ലാം ഒന്നിച്ചിരിക്കുന്നു. ആ ഇടക്കാണ് ഒരു പെണ്ണൊരുത്തി അബ്ദുൾ റബ്ബ് വരുന്ന ചടങ്ങിൽ നമുക്ക് പച്ചക്കുപ്പായ ഇട്ടാൽ എന്താ എന്ന് ഓഫീസിൽ വർത്താനം പറഞ്ഞപ്പോഴേക്ക് അബ്ദുൾ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞു. പറയാത്ത അബ്ദുൾ റബ്ബ് എന്ത് ചെയ്തു? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കിയില്ലേ, പറയിപ്പിച്ചില്ലേ? അവിടുത്തെ പ്രോഗ്രാം ഓഫീസർ അലിയാറെ സസ്പെൻഡ് ചെയ്യുന്നു. പച്ച എന്ന് പറയുന്ന നിറം ലീഗിന് മാത്രമുള്ളതാണോ? പഠിക്കേണ്ടതല്ലേ? ഗസറ്റഡ് ഓഫീസറുടെ മഷി ഏതാ? പച്ചയാണ്. ലീഗ് കൊടുത്തതല്ലല്ലോ. ചുവപ്പ് കൊണ്ടാണ് അയാൾ ഒപ്പിടുന്നത് എങ്കിൽ അത് കിട്ടണോന്റെ കാര്യം കട്ട പുകല്ലേ, അതുകൊണ്ട് കൊടുത്തതല്ലേ പച്ച. ലീഗ് ആയതുകൊണ്ടാണോ? അല്ല. ഒരു സിഗ്നലിൽ, ട്രാഫിക് സിഗ്നലിൽ പച്ച കണ്ടാൽ എന്താ? പച്ച കണ്ട പോകണം, വരണം, വന്നോളി, പൊയ്ക്കോളിന്ന. ചുവപ്പ് കണ്ടാലോ നിൽക്കണം, വരണ്ട, തിരിച്ചു പോന്നൊക്കെയാണ് അല്ലേ? ചുവപ്പിന് വേറെ അർത്ഥം. നമ്മളൊക്കെ നിറം നോക്കിയിട്ട ഞങ്ങൾ ഇരിക്കുന്ന ഈ സ്റ്റേജിൽ ചുവപ്പുണ്ട്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറയണവരെ ആരും കണ്ടിട്ടില്ല. കുഞ്ഞാപ്പ സഞ്ചരിക്കണ കാറിന്റെ മുകളിൽ ലൈറ്റ് ചുവപ്പാണ്. ഞങ്ങൾ മാറ്റിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഈ പച്ചയോട് ഒരു അന്ധമായ ഇച്ഛയോ ചുവപ്പിനോട് ഒരു അന്ധമായ പുച്ഛമോ ഇല്ല. ഞങ്ങൾ എല്ലാരും മാനിക്കാം, നിറത്തിനെ മാനിക്കണ്ടേ. നിറം എന്ന് പറഞ്ഞപ്പോ എന്റെ പെണ്ണുകൾക്ക് ഒരു ചുവന്ന സാരി, ഞാൻ ഓളത് അത് കീറുവോളം തല്ലല ഓളെ പിടിച്ചിട്ട്. എന്തൊരു കഥയാണ്! എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം അല്ലേ? ഓളെ സാരി നശിക്കോ, ഓളജിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് വരണ്ട, രണ്ടു പോയിക്കോന്നറിയാം. ഓൾക്ക് അങ്ങനെ പൂജിന്റെ പോലെ ചുവന്ന സാരി ചുറ്റിക്കോട്ടെ. അത് ജനങ്ങളൊക്കെ ഒരു കളറൊപ്പിച്ച് നടക്കുന്ന കാലാണ്. ഒരു കല്യാണത്തിനാണെങ്കിൽ പേരക്കുട്ടിയോളോ വളാപ്പാന്റെ മക്കളോ മുതാപ്പാന്റെ മക്കളൊക്കെ വെള്ള ജുബ്ബ. ആ കല്യാണത്തിന് വരുന്നവർ ചോദിക്കും, ഇതൊക്കെയാണ് നിങ്ങളെ കുടുംബല്ലേ? ആ തരം ജുബ്ബക്കാരെ കണ്ടാൽ ചോദിക്കും, ഈ കുഞ്ഞുമോന്റെ ആരാ അല്ലേ? അങ്ങനെ ചോദിക്കും. തന്നെയല്ല, നാത്തൂമാരെല്ലാം ടെക്സ്റ്റൈൽസിൽ പോയിട്ട് കൊണ്ടുവരുന്ന മണവാട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന തോഴിമാരായ നാത്തൂമാരും ഇളച്ചിയോളെല്ലാം കൂടി നീലസാരി. എന്താ ഒരു യൂണിറ്റി, ഒരു ഐക്യം ഉണ്ടായിക്കോട്ടെ എന്നാ. ഈ പമ്പറന്നോള് ഈ ടീച്ചർ ഒരു പച്ച ബ്ലൗസേ ചോദിച്ചിട്ടുള്ള, അതിന്റെ പുറത്ത് ചന്ദ്രക്കല ഉണ്ടെങ്കിൽ കുഴപ്പമാണ്. ആ പമ്പറന്നോളെ പുറത്ത് ചന്ദ്രക്കല ഇല്ലല്ലോ. വെറും പച്ച ആയാൽ എങ്ങനെയാ അത് ലീഗാകുക? ലീഗിനോടുള്ള ഈ വിരോധമൂത്ത് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? പച്ചയിലെ കറി വെച്ചത് വരെ കൂട്ടാത്തവരുണ്ട് ഇപ്പൊ കേരളത്തിൽ. അനങ്ങിയ ഒരു പച്ച വിരോധം, അത് പച്ചയായിരിക്കുന്നു. മഞ്ഞ ലഡുണ്ടല്ലോ ബേക്കറിയില്. ഞങ്ങൾ ആരും അത് SNDP-യുടേതാണെന്നോ NSS-ന്റേതാണെന്നോ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റും? ചുവന്ന ലഡുണ്ടല്ലോ. ആരെങ്കിലും പറയുന്നു അതൊരു പ്രത്യേക ടീമിന്റേതാണ് എന്ന്? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആ വിരോധം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പച്ച ലഡു ഒക്കെ ഇറങ്ങണതിന്റെ മുമ്പേ നമ്മളൊക്കെ എത്ര ലഡു കയ്യിൽ നിന്ന് ഒഴിവാക്കണം? അങ്ങനെ ഒരു നിറമുണ്ടോ അല്ലേ? എന്തൊരു കഥയാണ്! ആശുപത്രിയിലെ ഷീറ്റ് എന്താ? ആശുപത്രിയിലെ ബെഡിൽ വിരിച്ചിരിക്കുന്ന ഷീറ്റ് പച്ചയല്ലേ? ലീഗ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യണില്ലല്ലോ. അത് നന്നായി. നമ്മൾ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാത്തത്. എത്ര അഡ്മിറ്റായ സഖാക്കളൊക്കെ നീച്ച് പായണ്ടിന്ന് ഓടുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ പച്ചല്ലേ? അങ്ങനെ ഞങ്ങൾ അലിയാറെ സസ്പെൻഡ് ചെയ്തു. നോക്കാ നിങ്ങൾ, ഈ പെമ്പറന്നോളെ ബ്ലൗസാണ് പച്ച, അത് 90 സെന്റിമീറ്ററാണ്. ഓള് ചുറ്റിയ സാരി 3.5-4 മീറ്റർ ഉണ്ട്. അത് കളർ വേറെയാണ്. അയിമൊക്കെ ആരും നോക്കിയില്ലല്ലോ, അതാരും ഒരു വിഷയാക്കിയില്ലല്ലോ. വലിയ കൗതുകണ്ടതില്. എനിക്കറിയോ, എന്റെ നാട്ടിൽ ഈയിടക്ക് അടുത്തൊരു ചങ്ങായി പറഞ്ഞു, കർഷക സംഘത്തിന്റെ ഒരു പ്രസ്താവന ഉണ്ട് ഇന്നലെ. എന്താ ഇപ്പൊ ഇവര് കാട്ടാൻ കണ്ടിരിക്കുന്നത്? അപ്പൊ നോക്കുമ്പോ എന്താ, പച്ചത്തേങ്ങക്ക് വില കൂട്ടണം എന്ന് അറിയിക്കണം. അതാണ് ബഹളം. ഇപ്പം പറയാം പച്ച തേങ്ങ അങ്ങനെ കൂട്ടാൻ പറ്റില്ല. ഞാൻ പറയുന്ന കൊട്ട തേങ്ങ കൂട്ടിക്കോട്ടെ. ഞങ്ങൾക്ക് ഇപ്പം എന്റെ ചാരം ലീഗിന്റെ തേങ്ങയാണ് പച്ച തേങ്ങ എന്നാണ് അല്ലേ? എന്തൊരു വിരോധാണ്! ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ പച്ചക്കിട്ട് തിന്നിട്ട് സൗദി പോവാണ്. സൗദി ചെന്നവരൊക്കെ നോക്കിങ്ങള്, സ്പോൺസർ മര്യാദക്ക് ഔക്കാഫിലേക്ക് ഫണ്ടടക്കുന്ന 20 തൊഴിലാളികളെ തീറ്റിപ്പോറ്റി കൊണ്ടടക്കുന്ന ഒരു വത്തീനിയെ നിയമിച്ച സ്പോൺസറാണെങ്കിൽ, അവിടുത്തെ നാട്ടുകാരനെ നിയമിച്ച സ്പോൺസറാണെങ്കിൽ സൗദിക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ സ്പോൺസറെ പച്ചയിലാണ് സൗദി പെടുത്തിയിട്ടുള്ളത്. കുറച്ച് മോശമാണെങ്കിൽ ഇളമ്പച്ചയാണ്, കുറച്ചും കൂടി മോശമാണെങ്കിൽ മഞ്ഞയാണ്, പറ്റ പോക്കാണെങ്കിൽ ചോപ്പാണ്. അവിടെ അതിനൊരു വിലയില്ല.
ഖുറൂജ് അടിച്ചു വിടും. ചോപ്പിൽ പെട്ടവരുണ്ട്, നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വിളിച്ച് ചോദിച്ചു നോക്കി. റൂമിലൊക്കെ ഒളിഞ്ഞു മാറി നടക്കുന്നുണ്ട്. ഓലൊക്കെ നമ്മളെ കാണുമ്പോൾ പറയും അസ്സലാമു അലൈക്കും, നടക്കണട്ടാ എന്തിന് പച്ചയില് പെടാന്. ഞാൻ പറഞ്ഞു അവിടുന്ന് അബ്ദുറബിനൊക്കെ പച്ചക്കിട്ട് തിന്നിട്ട് ഇങ്ങോട്ട് പോന്നതല്ലേ. എന്നിട്ട് ഓൻ ചുളിവിൽ കട്ടിലോട്ടൊക്കെ ഇരുന്ന് ദ്വാരക്കാണ്. രാജാതിരാജനായ റബ്ബേ, അബ്ദുറബിനെ അനുയായികളിൽ നീ പച്ചയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചതുപോലെ നീ എന്റെ അറബിനെയും പച്ചയിൽ ഉൾപ്പെടുത്തി സഹായിക്കണേ തമ്പുരാനെ. ഇത്ര എളുപ്പം കൊണ്ടാ പണി കഴിഞ്ഞതെന്നറിയോ? ഇവിടുന്ന് മുസ്ലിം ലീഗിനെ പച്ചക്കിട്ട് തിന്ന് പോയതാണ്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നിങ്ങൾ എവിടെയാണ്? ഒരു അന്ധമായ വിരോധം. ആ ഇടക്കാണ് ഈ പച്ച വിവാദം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോഴാണ് ചാനലിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇക്കോലത്തിൽ ലീഗ് പോയാൽ ഈ അബ്ദുൾ റബ്ബ് പർദ്ദ ധരിക്കാൻ പറഞ്ഞാൽ അതിലും അത്ഭുതപ്പെടാനില്ല. മക്കളെ, പർദ്ദ നിങ്ങൾ എതിർക്കണ്ട. ഇസ്ലാമിക ശരീഅത്തിന്റെ സമയത്ത് പറഞ്ഞിരുന്നു പർദ്ദ മുസ്ലിം പെണ്ണുങ്ങളെ തളച്ചിടുകയാണ്. മഹിളാ അസോസിയേഷൻ ശ്രീമതി ടീച്ചർ പറഞ്ഞിരുന്നു എന്ത്? മുസ്ലിം പെണ്ണുങ്ങളെ പർദ്ദക്കുള്ളിൽ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുകയാണ്. വിജയരാഘവൻ MP പ്രസംഗിച്ചിരുന്നു ഇതൊക്കെ അടുത്ത് കണ്ണൂരിലെ വർഗീയ വിരുദ്ധ റാലിയിൽ. മുമ്പ് തമ്മങ്ങന്മാരും മുസ്ലിംമാരും വീടുകളിലെ ബുർഖയും പർദ്ദയും ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. ഇതെന്തോ താലിബാനോ? ഇവരൊക്കെ വർത്താനം കേട്ടിട്ട് അന്നെങ്ങാനും കേരളത്തിൽ പർദ്ദ നിരോധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് TP ചന്ദ്രശേഖരന്റെ വധത്തിലെ പ്രധാന പ്രതി സഖാവ് കുഞ്ഞനന്ദൻ എന്തിട്ടാ കഴിച്ചിലാകുക? രണ്ടീസം പർദ്ദന്റെ ഉള്ളിലല്ലായിരുന്ന മൂപ്പര്. അന്നത് നിരോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കട്ടപ്പാട് മൂപ്പർക്കല്ലായിരുന്നോ? അത് അവനാനക്ക് തന്നെ ഉപയോഗപ്പെടും. ഇതിനൊക്കെ വല്ലാതെ എതിർക്കണ്ട. പൊന്നു മക്കളെ, എല്ലാ ജില്ലാ സെക്രട്ടറിമാരും ജയിലിലെത്തി അല്ലേ? ലോക്കൽ സെക്രട്ടറിമാര് ജയിലിലെത്തി. ഞാനാ ജയിലിൽ പോകാൻ ബാക്കിയുള്ളത് കണ്ടില്ലേ? ഓരോരുത്തരും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. ആരാഞ്ഞതിന് ബാക്കിയുള്ളത്? അച്യുതാനന്ദൻ 1-ാം പ്രതിയാ. പാണക്കാട്ട തങ്ങൾ ഭൂമി എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം ഉണ്ടാക്കിയവനാ. അന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇന്നത്തോടുകൂടി അത് കഴിയും. പിന്നല്ല, മാധ്യമക്കാരാ 2-3 ദിവസം എന്റെ പൊന്നു ശിഹാബ് തങ്ങളുടെ ചിത്രം വെച്ച് ഈ രാജ്യത്ത് പാണക്കാട്ട തങ്ങൾ ഭൂമി തട്ടിയെടുക്കുന്നു എന്ന വ്യാജേന വാർത്ത കൊടുത്തിട്ട് പള്ളികളുടെ വരാന്തയിൽ കൊണ്ടുപോയിട്ടവനാ നിങ്ങൾ. ആലോചിക്കണം, പാണക്കാട്ട തങ്ങൾക്ക് എന്തിനാ ഭൂമി? ഈ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ അണികൾ, ഞങ്ങളുടെ ലക്ഷോപലക്ഷം വരുന്ന ലീഗ് അണികൾ ഹൈക്കോർട്ടിൽ വേണ്ട, എടോ ഒരു ചെപ്പിത്തോണ്ടിൽ കൊണ്ടുപോയിട്ടാൽ 10,000-കണക്കിന് എവറസ്റ്റിനേക്കാൾ കുന്നുകൂടുന്ന രൂപത്തിൽ മണ്ണ് കൊണ്ടുപോയിടാൻ ഞങ്ങൾക്ക് സാധിക്കും. പാണക്കാട്ടത്തങ്ങൾ ഭൂമി ചോദിച്ചതല്ല. പാണക്കാട്ടത്തങ്ങൾ പ്രസിഡന്റായ ഒരു സംരംഭം, ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ യൂണിവേഴ്സിറ്റിയിൽ അനുമതി ചോദിച്ചപ്പോഴേക്ക് ഭൂമിദാനം. ഭൂമി കൊടുത്താൽ ആ ദാനം എന്നറിയാം. ഭൂമി ദാനം ചെയ്യാൻ പറ്റുമോ യൂണിവേഴ്സിറ്റിയുടെ? എന്നിട്ട് വിജിലൻസ് കേസ് വന്നില്ലേ? എഴുത്തിന്റെ കടുപ്പ കേസ് വരും. ഏത് പള്ളിയിലെ മുദരിസിനെയും പോലീസ് കൊണ്ടുപോവാ. ഒരാളുടെ പരാതിയുടെ കടുപ്പാണ് അല്ലേ? എത്ര നല്ല തങ്ങൾപ്പാപ്പായാലും ആരും പരാതിയുമായി വരും. പാണക്കാട്ട കുട്ടികളെ അതൊന്നും പറഞ്ഞ് ആരും വരട്ടണ്ട. ബ്രിട്ടീഷുകാരുടെ തീത്തുപ്പുന്ന പീരങ്കിക്ക് മുന്നിൽ വിരിമാറ് കാണിക്കാൻ ഈ സമൂഹത്തെ പ്രാപ്തമാക്കി പരിവർത്തിപ്പിച്ചെടുത്ത വന്യരായ കണ്ണ് കാണാത്ത തങ്ങളടക്കമുള്ള പാണക്കാട്ട സയ്യിദന്മാർ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ പോയി ജയിൽവാസം ഭരിച്ചിട്ടുണ്ട്, മരണം വരെ. എന്റെ പുത്ത് പൂക്കോയത്തങ്ങൾ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ഈ കൊടി പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ബഹളുണ്ടാക്കി പാണക്കാട്ട് കൊലായിലേക്ക് സുബൈക്ക് കയറി വന്നിട്ട് വന്യരായ പൂക്കോയത്തങ്ങളെ നടത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു, ഒന്ന് പതുക്കെ പറയാമോ, ലീഗിന്ന് ഒഴിവായിക്കണം. ആ വർത്താനല്ല. അത് പറഞ്ഞ കാരണത്താൽ ഇന്ന് മാറാട്ട പ്രതികൾ കിടക്കുന്ന പുതിയറ ജയിലിൽ പോയി കിടന്ന് പൂക്കോയത്തങ്ങളുടെ മോനാട് ഈ ആറ്റപ്പൂ തങ്ങൾ എന്ന് പറഞ്ഞ ഹൈദരലി തങ്ങൾ, ആ തങ്ങളോട് വിജിലൻസ് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. വില്ലാളി വീരന്മാരെ, ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊക്കെ കണ്ട് വളർന്ന ആ കുടുംബത്തില് ഈ ഓലപ്പാമ്പ് കാട്ടി ആരും വിരട്ടണ്ട. തൃശൂർ പൂരം കഴിഞ്ഞു വരുന്ന ഞങ്ങൾക്ക് എന്തോ ഓലപ്പടക്ക കുഞ്ഞാപ്പോളെ, ഞങ്ങൾക്കൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് മാന്യമായി ജീവിക്കുന്നവരാ. ഞങ്ങളൊരു സംരംഭം കൊണ്ടുവരാ. മെഡിക്കൽ കോളേജ് കൊണ്ടുവരണ്ടേ? പിന്നെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞതെന്താ? അള്ളാന്റെ സഹായത്താൽ ഞങ്ങൾ വിചാരിച്ചതാ ഇപ്പൊ കേരളത്തിൽ നടക്കണേ. ലീഗിന്റെ പ്രവർത്തകരോടാ പറയണേ, നമ്മൾ വിചാരിച്ചതാ നടക്കണേ. നേരെ തിരിച്ചു പറയാന്ന് കൂട്ടുക. ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയാ ഞാന്,
അറിയാം, മൂപ്പര് പറയാ ഞാൻ മന്ത്രിയാണ്, അലി മന്ത്രിയാണ്, കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാണ്, മുനീർ മന്ത്രിയാണ്, അബ്ദുറബ്ബ് മന്ത്രിയാണ്. എന്ത് മന്ത്രിയായിട്ട് എന്താ നമ്മൾ വിചാരിച്ചതൊന്നും നടക്കണില്ല. നല്ല ചേലായില്ലേ? ആ പ്രവർത്തകർക്ക് ഉഷാറുണ്ടെങ്കിൽ എന്താ മെച്ചെന്നറിയോ? പട്ടാമ്പിയിലാ പ്രസംഗം. MLA-നോടൊന്ന് പോയി ചോദിക്കണം. എന്റെ സുഹൃത്താ CP മുഹമ്മദ് MLA, അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം. നമ്മളെ ആൾക്കാരെ പാര വെച്ചപ്പോ ലീഗിന്റെ കുട്ടികളില്ലായിരുന്നുവെങ്കിൽ ഞാൻ MLA ആകുമായിരുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന വേദിയിൽ പട്ടാമ്പിയിൽ പ്രസംഗിക്കുമ്പോ ലീഗിന്റെ ഈ ഹാദിമായ ഈ വിനീതന വേദിയിൽ ഇരിക്കുന്നുണ്ട്. അറിയാങ്ങള് മുസ്ലിം ലീഗിന്റെ കുട്ടികൾ പണിയെടുക്കും, കൂടിയാ കോണൂല. ലീഗിന്റെ കുട്ടികളെ പറ്റി ബോധ്യമുണ്ട്. അവരൊരു മസലഹത്തിൽ ഏർപ്പെട്ടാൽ, അവരൊരു സന്ധിയിൽ ഏർപ്പെട്ടാൽ, അവരൊരു കരാറിൽ ഏർപ്പെട്ടാൽ ചതിക്കില്ല. നമ്മളാൾക്കാർ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോ, മറ്റു പല ആളുകളും പാരവെക്കാൻ ശ്രമിച്ചപ്പോ ലീഗിന്റെ കുട്ടികളെ കൊണ്ടാ നിയമസഭ കണ്ടത്. തൃത്താല MLA, പട്ടാമ്പി MLA, പലയിടത്തും. ആ മണ്ഡലത്തിൽ പോയി അബ്ദുറബ്ബ് പറയാണ്, ഇബ്രാഹിം കുഞ്ഞ് പറയാണ്, അള്ളാന്റെ സഹായത്താൽ നമ്മൾ വിചാരിച്ചതാ നടക്കുന്നത്. ആ മണ്ഡലത്തിൽ തന്നെ നമ്മൾ വിചാരിച്ചതല്ലേ നടന്നത്. CP മുഹമ്മദ് MLA ജയിക്കണം എന്നായിരുന്നു നമ്മളെ വിചാരം. അത് നടന്നല്ലോ. ഒന്നത്. പിന്നെന്താ ഞങ്ങൾ വിചാരിച്ചത്? ഞങ്ങൾ വിചാരിച്ചത് ഒന്ന് മെഡിക്കൽ കോളേജാണ്. അതിലെന്താ തെറ്റ്? വിചാരിക്കാൻ പാടില്ലേ? മെഡിക്കൽ കോളേജ് വന്നാൽ ആർക്കാ? ലീഗിന് മാത്രം ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അവിടെ. ആയുർവേദ സർവകലാശാല കോട്ടക്കൽ വരിക, ഞങ്ങൾക്ക് മാത്രം അവിടെ ഒരു അരീഷ്ടുണ്ടോ? ഞങ്ങൾക്ക് മാത്രം ഒരു ലേഹ്യുണ്ട് അവിടെ. പിന്നെ എന്തിനാണ് ഈ അലോഹ്യം? ആരോടാണിത്? ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. തുഞ്ചത്താചാര്യന്റെ മണ്ണിൽ തിരൂരിനൊരു തിരുമുൽ കാഴ്ചയായി, തിരൂരിന്റെ തിരുനെറ്റിയിലൊരു തിലകക്കുറിയായി മലയാളം സർവകലാശാല അതാ വന്നിരിക്കുന്നു കേരള പിറവി ദിനത്തിൽ. ഹൈദരലി തങ്ങൾ പറഞ്ഞൊരു സ്വകാര്യതാണ്. ഹൈദരലി തങ്ങൾ പാണക്കാട്ട് ഉമ്മൻചാണ്ടി വന്നപ്പോ പറഞ്ഞതിൽ ഒന്ന് മെഡിക്കൽ കോളേജാ. എന്റെ പൊന്നു ശിഹാബ് തങ്ങളെ പേരിലെ മെഡിക്കൽ കോളേജ് വരണ്ടേ? ഇവിടുത്തെ മാർച്ചിറ്റേർക്കൊക്കെ എന്താ അഭിപ്രായം? മെഡിക്കൽ കോളേജ് വരണ്ടേ? കോട്ടയത്തിന്റെ ഒരു മെഡിക്കൽ കോളേജ് ഓൽക്ക് മാത്രം, തിരുവനന്തപുരത്തേർക്കുണ്ട് ഒരു മെഡിക്കൽ കോളേജ് അവർക്ക് മാത്രം, ആലപ്പുഴയിലുണ്ട് ഒരു മെഡിക്കൽ കോളേജ് അവർക്ക് മാത്രം, തൃശ്ശൂർക്കാർക്കുണ്ട് ഒരു മെഡിക്കൽ കോളേജ് ആ ജില്ലക്കാർക്ക് മാത്രം. ഞങ്ങൾ പഠിച്ചപ്പെടുത്തലോ പാലക്കാട്ടേർക്കും, നമ്മൾ മലപ്പുറത്തേർക്കും, കോഴിക്കോട്ടേർക്കും, കണ്ണൂർക്കാർക്കും, കാസർകോട്ടേർക്കും, വയനാട്ടേർക്കും 6 ജില്ലക്കാർക്കും കൂടി ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ വരണ്ടേ? നമ്മൾ നികുതി അടക്കണവരല്ലേ? ഇവിടെ എന്തു കൊടുത്താലും ബഹളം. SSLC ബുക്കിലെ തെറ്റുതിരുത്താൻ ഒരു അദാലത്ത് വെച്ചപ്പോ ഒരാൾ പറഞ്ഞു സെക്രട്ടേറിയറ്റ് അതാ മലപ്പുറത്തേക്ക് പോയിക്കണം. അപ്പൊ നമുക്കിങ്ങനെ തോന്നുന്ന സെക്രട്ടേറിയറ്റ് ഒരു കുന്നത്തും മലപ്പുറം ഒരു കുന്തിലുമാണ്. ഒരു സെക്രട്ടേറിയറ്റിനെ ടയറിട്ടിട്ട് ഉന്താണ്. എടോ, ഒരു SSLC ബുക്കിലെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോ വരെ ബഹളം. ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരാൾ പറയുന്നു അനന്തപുരിയിലെ ഖജനാവ് പാലാ വഴി താനൂരിലൂടെ പാണക്കാട്ടേക്ക് പോയി. അനന്തപുരിയിലെ ഖജനാവ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പൈസ, പാലാ വഴി എന്ന് പറഞ്ഞാൽ മാണിയാണ് പാലയുടെ MLA ധനകാര്യം, താനൂര് വഴി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പടക്കപ്പലൊക്കെ പണ്ട് റൂട്ട് നോക്കിയതായി കൂടെയുള്ള അങ്ങനെ വരിക. അങ്ങനെ പാണക്കാട്ടേക്ക് എന്തിനാ? എന്താ പാണക്കാട്? എമർജിങ് പാണക്കാട്ടെ തങ്ങളാരാ? സൂപ്പർ മുഖ്യമന്ത്രിയോ? അങ്ങനെയൊക്കെ ചോദ്യം. പണ്ടത്തെ BJP നേതാക്കന്മാരൊന്നും നമ്മളിത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്റെ മഹാനായ CH 38 വകുപ്പ് ഒന്നിച്ച് കൈകാര്യം ചെയ്തിരുന്നു കേരളത്തിൽ. 38 വകുപ്പ്. പോലീസ് വകുപ്പ് തൊട്ടാപ്പൊട്ടുന്ന ആഭ്യന്തരം തിരുവഞ്ചൂര് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരം കൈയാളിയിരുന്നു. ആ കാലത്താണ് KG മാരാർ CH-നെ CHM കോയ, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, C for ക്രിസ്ത്യൻ, H for ഹിന്ദു, M for മുസ്ലിം. ഈ കോയയെ ഞങ്ങൾ സമ്മതിച്ചു. എല്ലാവർക്കും വേണ്ടപ്പെട്ട കോയ, ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസൽമാനും. കണ്ടോ? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നന്മയെ ആഗ്രഹിച്ചത്. ഞങ്ങൾ സ്ഥാപനങ്ങൾ കൊണ്ടുവരികയാണ്. തിരൂർ പോളിടെക്നിക്ക് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അവിടെ SFI ജയിക്കുക. എന്താ അതിന്റെ അർത്ഥം? മാർച്ചിറ്റേര് കുട്ടികൾ കൂടുതൽ അവിടെ ഉണ്ടെന്നല്ലേ? മാർച്ചിറ്റേര് കുട്ടികൾ അവിടെ കൂടാന്താ കാരണം? അപേക്ഷ കൊടുത്തിട്ടല്ലേ? അപേക്ഷ എന്താ ഞങ്ങൾ കൊടുക്കാൻ കാരണം? അവിടെ സീറ്റ് ഉണ്ടായതുകൊണ്ടല്ലേ? അവിടെ നിങ്ങൾ എങ്ങനെ കയറിയത്? അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ? നിങ്ങൾ പറയും ഈ മലപ്പുറത്തോ തൊട്ടടുത്തോ നിങ്ങളൊരു കോളേജ് പറഞ്ഞാണ് നിങ്ങൾ ഇല്ലല്ലോ. ഒരു സ്ഥാപനം ഉണ്ടോ? ഇല്ല. അപ്പൊ അതാ വീണ്ടും ഇറങ്ങിയിരിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷികൾ. ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് അവർ മരിച്ചത്? പൈസ കൊടുത്തു പഠിക്കുന്ന സ്ഥാപനങ്ങൾ വേണ്ട എന്ന് പറയാൻ MP രാഘവന്റെ മുന്നിലേക്ക് ചാടിയിട്ടാണ് 5 മക്കൾ യമപുരിക്ക് പോയത്. എന്നാൽ ആ കുട്ടികൾ എന്തിനാണോ ജീവൻ ബലി അറുത്തത്, ആ കാര്യത്തിലാണ് ഇപ്പൊ പിണറായിയുടെ മോൻ ലണ്ടൻ യൂണിവേഴ്സിറ്റിയില് പൈസ കൊടുത്തിട്ട്. പിണറായിയുടെ മോൾ വീണ
മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക പൈസ കൊടുത്തിട്ട്. പിന്നെ എങ്ങനെയാണ് ആ കുട്ടികൾ എന്തിനാണ് നിങ്ങൾ കുരുതി കൊടുത്തത്? മാത്രല്ല ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഖജാൻജിയുടെ മോള് മെറിറ്റ് സീറ്റ്, മാർക്ക് തോനുള്ളവന്റെ സീറ്റിൽ കയറേണ്ട സീറ്റ് തട്ടിയെടുത്തിട്ട് 25 ലക്ഷം കൊടുത്തിട്ട് വേറെ സീറ്റ് ഉണ്ടാക്കി കയറി ബഹളായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ആവാം, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. നിങ്ങൾ ഭൂമി തട്ടിയെടുക്കുക. അപ്പൊ ഇന്ന് അച്യുതാനന്ദ 1-ാം പ്രതിയായിട്ട് കേസെടുത്തു. നേരത്തെ മൂപ്പരങ്ങനെയാണ്, മൂപ്പരെല്ലാരും കുറ്റവും കുറവും ഇങ്ങനെ നോക്കി അടക്കുക. മൂപ്പര് നോക്കാൻ നേരില്ല. ഞാൻ പറയലുണ്ട് മൂപ്പര് കേരള രാഷ്ട്രീയത്തിൽ ഒരു അംസലാപ്പയാണ്. ഞാൻ പറയലുണ്ട് അംസലാപ്പ എന്ന് പറഞ്ഞാൽ മൂപ്പര് അംസലാപ്പ തന്നെ ഒരു കഥാപാത്രമുണ്ട്. മൂപ്പര് നിസ്കരിച്ചില്ല, കുട്ടികളോടൊക്കെ ചോദിക്കും നിസ്കരിക്കുന്നില്ലേ, ഒത്തു നിൽക്കണില്ലേ, കുട്ടികളോട് ചോറ് വയ്ക്കുമ്പോ കയ്യകനട്ട. അംസലാപ്പ കയ്യൊക്കൊന്നുമില്ല. അംസലാപ്പ അതേമാതിരി തന്നെ ടിവിയാണ് എടുത്തിട്ടാ. അംസലാപ്പ നല്ല സ്ക്രീനൊക്കെ കാണുമ്പോൾ വാതിലിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കും ചെയ്യും. കുട്ടികളെ ശ്രദ്ധപ്പെട്ടാലോ പഠിച്ചവനെ എന്താ കാണുന്നൊരു പത്തല. അംസലാപ്പാന്റെ കണ്ണ് 2 വിരലിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകും. അതാണ് അംസലാപ്പ. ഇയാളിങ്ങനെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ വലിയ ആളാവാൻ പോകാന്നല്ലാതെ ഒരു ചുക്കൂല്ല ഇയാള്. അതല്ല എന്റെ കുഞ്ഞാപ്പ നേരെ ചൊവ്വ പരിപാടിയിൽ പറഞ്ഞത് മനോരമനോട്. മനോരമ ചാനലിൽ ജോൺ ലൂക്കോസ് ചോദിച്ചു, മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി, നിങ്ങൾ അച്യുതാനന്ദനുമായും അച്യുതാനന്ദൻ നിങ്ങളുമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ടി.പി. ചന്ദ്രശേഖരന്റെ വധത്തിൽ VS എടുക്കുന്ന നിലപാട് വ്യത്യസ്തമാണ്. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? കുഞ്ഞാപ്പ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല അയാളിൽ ഉറച്ചിക്കും. എന്താണ് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയാൻ? അയാളെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ്. മാപ്പ് ചോദിച്ചല്ലോ. സെൽവരാജിന്റെ തെരഞ്ഞെടുപ്പിൽ രമയെ കാണാൻ പോയത് തെറ്റാണ്, തെറ്റാണ്, മാപ്പ് അല്ലേ? 89-ാം വയസ്സിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ച തന്റെ എത്ര മാപ്പ് പറഞ്ഞു? കൂടംകുളത്തേക്കും പോയത് തെറ്റാണ്. കൂടംകുളത്തേക്ക് പോണ ഒരു രംഗണ്ടായിരുന്നു. എല്ലാരും അന്ന് എറണാകുളത്തേക്ക് പോകുകയാണ്. അപ്പോഴാ മൂപ്പര് കൂടംകുളം ഏതൊരു കുളത്തിലാ മൂപ്പര്. കാരണം എന്താ, എല്ലാവരും അന്ന് എമർജിങ് കേരള നടക്കുമ്പോൾ അങ്ങോട്ട് പോവുകയാണ്, ഇയാൾ കൂടംകുളത്തേക്ക് പോവുക. അപ്പൊ എന്താണ് ചാനലുകാരൊക്കെ ഇങ്ങനെ തമിഴ്നാട്ടിലെ ശരിക്കും കേൾക്കണങ്ങൾ നാട്ടുകാരെ, തമിഴ്നാട്ടിലെ മാർക്സിസ്റ്റ് പാർട്ടി കൂടംകുളം പദ്ധതി വരണമെന്നാണ്. എന്താ കൂടംകുളം പദ്ധതി പറഞ്ഞാൽ? അവിടെ ആണവ നിലയം വരികയാണ്. ഇനി കരണ്ട് ഈ ആണവ നിലയത്തിൽ നിന്നാണ് ഇനി കരണ്ട് അവിടെ കൊടുക്കാൻ പോകുന്നത്. ആണവ നിലയം പറഞ്ഞിട്ടാണല്ലോ മൻമോഹൻ സിംഗിന് ഇവര് പിന്തുണ പിൻവലിച്ചത്. അത് ഓർമ്മ വേണം നമുക്കൊക്കെ. ആണവ നിലയം, ആണവ കരാറിനെ പിന്തുണക്കുന്ന മൻമോഹൻ സിംഗിന്റെ ഒപ്പം ഇല്ല അറിഞ്ഞിട്ടാണല്ലോ പിന്തുണ പിൻവലിച്ചത്. ആ പാർട്ടി ഇപ്പോഴും അവിടെ നിൽക്കണ്ടേ? നേരെ മറിച്ചോ തമിഴ്നാട്ടിലെ ആണവ നിലയത്തിന്റെ ഒപ്പം ഉണ്ട് ഇവര്. എന്താ കാരണം എന്നറിയാം? അയിമ ചെറുതാക്കിയൊരു എഴുത്തുണ്ട്. ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞുതരാം. അയിമ ചെറുതാക്കിയൊരു എഴുത്തുണ്ട്. എന്താ അറിയാം? മീഡിയം റഷ്യ. മീഡിയം റഷ്യക്കാരനെ എന്താ? നമ്മളെ മൂത്താപ്പാന്റെ നാടാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ സെനത് വാങ്ങാൻ പോണ നാടാ റഷ്യ. അവനാന്റെ നാട്ടിലെ ആണവ നിലയം നല്ല ആണവ നിലയം അങ്ങനെ ഉണ്ടോ? ബോംബ് പൊട്ടിത്തെറിക്കണാണ്. പക്ഷെ അളിയാങ്ക കൊണ്ടുവരുന്ന ബോംബ് എങ്ങനെയാണോ ലഡു ആവുക? ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. നമ്മൾ അളിയാങ്കുണ്ട് ബോംബ് കൊടുത്തിട്ട് തന്നിട്ട് അളിയാങ്കാനൊരു കെട്ടിപ്പിടുത്തുണ്ടോ? പൊട്ടിത്തെറിക്കുന്നതാണെങ്കിൽ എല്ലാം പൊട്ടിത്തെറിക്കൂലേ? അവനാന്റെ അണുബോംബ് നല്ല ബോംബാന്ന് ആരാ നാട്ടുകാരെ പഠിപ്പിച്ചത്? ആ കൂടംകുളത്ത് മൂപ്പര് മൂപ്പര് ഇതിനെ തടുക്കാൻ നോക്കി. പിണറായി അടക്കമുള്ളവര് തമിഴ്നാടിന്റെ ഒപ്പം നിന്നു. എന്തുണ്ടായത്? ചാനലുകാരൊക്കെ വലിയ വാർത്താക്കി. ഇയാളിങ്ങനെ അനങ്ങുണ്ടെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ അവസരം കൊടുക്കുക. ഈ അഹമ്മദ് ഇന്ത്യ ഭരിക്കണ ഈ അഹമ്മദ് ലോകത്ത് തിളങ്ങിയത് ആ ഐക്യരാഷ്ട്ര സഭയിൽ നടത്തുന്ന പ്രസംഗം ഏതെങ്കിലും പ്രമാണിച്ചുള്ള ഒരു അരമണിക്കൂർ ഇടുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു ചാനലും കാണിക്കണില്ലല്ലോ. കുഞ്ഞാപ്പാക്കെതിരെ റൌഫ് പത്രസമ്മേളനം നടത്തിയാൽ, റജീന പത്രസമ്മേളനം നടത്തിയാൽ, മൻമോഹൻ സിംഗിന്റെ പത്രസമ്മേളനത്തെക്കാൾ, പ്രതിഭാ സിംഗ് പാട്ടേലിന്റെ പത്രസമ്മേളനത്തെക്കാൾ സമയം ഇവർ കൊടുക്കണ്ടല്ലോ. മാത്രല്ല റൌഫ് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ കുഞ്ഞാപ്പാക്കെതിരാണെങ്കിൽ പറയും പ്രമുഖ വ്യവസായി. നേരെ മറിച്ചോ ഓന് റബ്ബർ എസ്റ്റേറ്റില് മറ്റു കുലുമാലിലൊക്കെ ഓൻ സ്വന്തമായിട്ട് കുടുങ്ങിയാൽ പറയും കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു പറഞ്ഞു. നേരെ മറിച്ചോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇയാൾ പറയുമ്പോ പറയും പ്രമുഖ വ്യവസായി. അപ്പൊ നല്ല മനുഷ്യൻ എന്നൊക്കെ നമ്മൾ കാണുകയാണ്. ഈ അച്യുതാനന്ദൻ എങ്ങനെ കാണിക്കുക? പൂന്തുറ സിറാജിന് കൊടുക്കണ സമയം കുഞ്ഞാലിക്കുട്ടി കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ എമർജിങ് കേരളയില് ഉമ്മൻചാണ്ടി ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് ചാനലേർക്കുള്ള മറുപടി വ്യവസായ മന്ത്രി എന്ന നിലക്ക് കുഞ്ഞാപ്പ മൈക്കിന്റെ അടുത്ത് വെക്കുമ്പോത്തിന് ഒരു മാറ്റിയല്ലോ, ചാനലേർ അപ്പം മാറ്റിയല്ലോ, പരിപാടി വേറിട്ടല്ലോ. കാണിക്കൂല. അത് നല്ല കാര്യം. നമ്മളെ സംബന്ധിച്ചോളം എന്റെ അഭിപ്രായത്തില് ലീഗിന്റെ വലിപ്പം നിങ്ങൾ കാണിക്കണ്ട. എന്നോടൊക്കെ ചിലര് പറയലുണ്ട് ചാനലേർ
ഒന്നും അല്ലാതെ പറഞ്ഞാലേ ഞങ്ങളൊക്കെ ഇടക്ക് കാണിക്കുന്നതാണ്. എന്റെ വാപ്പ ചാനലുണ്ടായിട്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് പുല്ലാണ് അതൊക്കെ, ഞങ്ങൾക്കൊന്നും വലിയ പുത്തരിയൊന്നല്ല. മുസ്ലിം ലീഗാ ഞങ്ങൾക്ക് വലുത്, അതിലും വലിയ ഒന്നുമില്ല ഞങ്ങൾക്ക്. അറിയോ? നിങ്ങൾക്ക് അറിയോ? ഇവര് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എന്തെങ്കിലും ഒരു നന്മ ഈ ബൈത്തുറഹ്മാനിൽ സംഭവമാക്കി ഇന്ത്യ വിഷനോ മറ്റുള്ള ടീമോ ആരെങ്കിലും ഒന്നും ഒരു വലുതാക്കി കൊണ്ടുനടക്കുന്നുണ്ടോ? അതിനെപ്പറ്റി പറയുന്നുണ്ടോ? ഇവർക്കൊക്കെ എന്താ പണി? അച്യുതാനന്ദൻ കൂടംകുളത്ത് പോവുക, അതിങ്ങനെ കാണിച്ചിട്ട് ഒരു പോലീസ് തടഞ്ഞപ്പോ മൂപ്പരെന്താ പറഞ്ഞത്? നമ്മക്കറിയാം മൂപ്പര് പോകുന്ന ഉറപ്പാണ്. കാരണം എന്താ? തടുക്കാൻ അവിടെ പോലീസ് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് പോകില്ലാന്ന് മൂപ്പർക്ക് ഉറപ്പാണ്. അപ്പൊ മൂപ്പര് വരുന്ന രംഗം ചാനലുകാരെ ചോദിക്കുകയാണ്, VS എന്തു ചെയ്യുന്നു? അപ്പൊ അവിടുന്ന് ലൈവായിട്ട് VS കുളിക്കുകയാണ്, സോപ്പരുതാണ്. എന്നിട്ട് VS ഇങ്ങനെ തലവർത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ VS ഏതാനും നിമിഷങ്ങൾക്കകം വരും. VS മുടിവാരിയാണ്, VS ട്രൗസറും കുപ്പായിട്ടാണെന്നൊക്കെ പറയും. VSനെ ഇങ്ങനെ പുതിയാപ്പിളിറക്കിയിട്ട് ഇവരിങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ VS ഇങ്ങനെ കാണാം. മൂപ്പരാണെങ്കില റബ്ബറുമൊക്കെ ഇരിക്കണായിട്ട് നീണ്ടിട്ടും താന്നിട്ടും സാധു ഇങ്ങനെ കയറി നിന്ന് മൂപ്പരിങ്ങനെ നേരെ നിന്ന് കൂടംകുളത്ത് കാറിങ്ങനെ പോകുമ്പോ അതിന്റെ പിന്നില് വല്ലാത്തൊരു രസേ. നിക്കായിന് പോണ സമയത്ത് പുതിയാപ്പിളും പോണ അതിന് 3-4 ടീം ഒപ്പം. എന്നിട്ട് ആ മഹർ കൊടുക്കണ രംഗം തന്നെ ഉണ്ട് കിട്ടണ്ടേ. പിന്നാലെ ഇങ്ങനെ പോയാണ് മൂപ്പരങ്ങനെ പോലീസിന്റെ തടുത്തപ്പോ മൂപ്പര് പറയാ, ഞാൻ വന്നു, എന്നെ തടഞ്ഞു, ഞാതാ പോണു. അതന്നെ ഞങ്ങളും കരുതിയിട്ടുള്ളൂ. എന്റെ ബോധത്തൊക്കെ എനിക്ക് ചാടാൻ പോയത് അങ്ങനെ എന്റെ നാട്ടില്. അനങ്ങിയ മൊരക്കളും പിന്നെ കയറെടുക്കുക, അല്ലെങ്കിൽ തള്ളക്ക് ഒറ്റയ്ക്ക് കയറെടുത്താ പോരെ? നല്ല ചാൻസ് അല്ലേ? വാങ്ങിയേക്കുന്ന ഉറപ്പാണേ. അതാ കിണറ്റി ചാടാൻ പോയ ഒരു ദിവസം ഞാൻ ചാടുകയാണേ. മൂത്ത മരോളറിഞ്ഞ് പോട്ടാണ്ട് കയറി റൈറ്റ് കൊടുത്ത് വണ്ടി നേരാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പാളി നോക്കിയിട്ട് കണ്ടെന്നെ വന്ന് ഇന്ത്യയിൽ നിർത്തിച്ചപ്പോ വലിയൊരു നീർക്കോലിയും. ഏതായാലും ചാകേണ്ടടോ, പിന്നെ എന്ത് നീർക്കോലിയാ? അപ്പൊ ഇയാൾക്കൊന്നുമില്ല. ഇയാള് പറഞ്ഞോടത്ത് നിൽക്കൂലെന്ന് കുഞ്ഞാപ്പ പറഞ്ഞത് സത്യല്ലേ? ഇയാള് പറഞ്ഞോടത്ത് നിൽക്കലില്ല. പണ്ടൊരു കണക്ക് മാഷ് ചെക്കന് കണക്ക് പഠിപ്പിച്ചു. 5000-ൽ നിന്ന് 3600 കഴിച്ചാൽ എത്രയാണ്? ചെക്കൻ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവൂല. മാഷ് പറഞ്ഞു, ഈയുടെ ചെങ്ങായി എന്റെ വാപ്പാക്ക് ഞാൻ ഒരു 5000 ഉറുപ്പിക അതിന് 3600 എന്റെ വാപ്പ അങ്ങനെ തിരിച്ചു തന്നു. ഓരോ മാസം 100 തന്നപ്പോ ഒരു കൊല്ലത്തിന് 1200, 2 കൊല്ലത്തിന് 2600, 2400, 3 കൊല്ലത്തിന് 3600. അപ്പൊ 5000 എന്റെ വാപ്പാക്ക് ഞാൻ തന്നാൽ 3600 ഞാൻ തിരിച്ചു വാങ്ങിയ ബാക്കി എത്ര ഉണ്ടാവും? ആചക്കൻ പറഞ്ഞേ 5000. അതെങ്ങനെയാടാ 3600 ഇങ്ങോട്ട് തന്നാ പിന്നെ 5000? ചെക്കൻ പറയാണ്, നിങ്ങൾക്ക് വാപ്പാനെ തിരിച്ചാ വാപ്പ അങ്ങനെ ആർക്കും കൊടുക്കലില്ല. നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്ക് 3600 കിട്ടി. എന്റെ അമ്മാനോട് ചോദിച്ചു, വാപ്പ പറഞ്ഞോടത്ത് നിൽക്കലില്ല, നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? എന്ന മാതിരി ഈ അച്യുതാനന്ദൻ പറഞ്ഞോടത്ത് നിൽക്കലില്ല. ഇവര് കണ്ടോ പരസ്പരം പോരല്ലേ. അങ്ങനെ ഉമ്മൻചാണ്ടി മനോഹരായി തരുന്ന പന്ത് എന്റെ കുഞ്ഞാപ്പവരൊക്കെ സിസർ കട്ട് ചെയ്തിട്ട് ഇടതുപക്ഷത്തിന്റെ ഗോൾ പോസ്റ്റിൽ കണ്ടടിച്ചാൽ കാണികൾ ഒന്നാന്റെ ഗോൾ എന്ന് പറഞ്ഞ ആരവം മുഴക്കും. അവനാന്റെ ടീമില് ഒരാൾ പറയും അത് ഓഫാട്ടോ. പഠിച്ചാനെ മുരടിക്കൊക്കെ അപ്പുറത്ത് എന്തെങ്കിലും ഒരു പനിയിട്ടിട്ട് അപ്പുറത്തിട്ട്, അല്ലെങ്കിൽ ഒരു ബാക്ക് ലൈനായിട്ട് ലൈനിന്റെ ബാക്കില്, അതല്ലെങ്കിൽ ത്രോ പോണ പന്ത് ദൂരത്ത് നിർത്തോണ്ടിരാന്, അല്ലെങ്കിൽ അവിടെ സോഡപ്പട്ടിയിട്ട് വേറെ വല്ല പണിയല്ലേ നല്ലത്. അവനതിനു വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് ഇവരൊക്കെ ചെയ്യുന്ന പണി എന്താ? വേറൊരാള് പറയാ അനൂപ് ജേക്കബും മുസ്ലിം ലീഗും ഒരുപോലെ. ആരാ പറഞ്ഞത്? ഒരു ചാക്ക് അരിയിട്ട് വെച്ചാലും 20 ചാക്കിട്ട് വെച്ചാലും ചോറ് ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അന്നൊന്നൊന്നോ വിശ്വസിക്കോ? പൊട്ടന്മാർ പോലും പൊട്ടിച്ചിരിക്കില്ലേ? എന്താ ഇതിന്റെ അർത്ഥം? കേരളത്തിൽ റെയിൽവേ രംഗത്ത് ഏറ്റവും വലിയ വികസനം വന്നത് എന്നാണ്? രാജഗോപാലിന്റെ കാലത്ത് ഒരാള് രാജഗോപാല് പറയാണ്, ഞാൻ ആകെ നെട്ടിട്ടോ. കാരണം ഇല്ലാമത് ഉണ്ടാകുമ്പോ നിങ്ങൾ എന്തിന് എന്നെ പറഞ്ഞു? ഞാൻ ആലോചിക്കാൻ, എളമരം കരീമിന് ഇല്ലാത്ത കേസില്ല, എളമരം കരീമിന് ഇല്ലാത്ത പറമ്പച്ചോടല്ല. അച്യുതാനന്ദൻ വികസന വിരോധിയാണ് നമ്മളല്ല പറഞ്ഞത്. ഇടതുപക്ഷത്തിന്റെ യോഗം ചേർന്ന് ഭരണം തികഞ്ഞ പരാജയം, അരക്കാശിന് കൊള്ളാത്ത ഭരണം എന്ന് വിലയിരുത്തിയ ഗവൺമെന്റ്, പത്രങ്ങൾ മുഴുവൻ വിലയിരുത്തിയത്. പിന്നെ ആരാണ് ഇവർക്കൊക്കെ ഈ കോലത്തിൽ സർട്ടിഫിക്കറ്റ് നൽകി പോകുന്നത്? ഞങ്ങൾ അതാ വിനീതമായി പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുന്ന മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിനൊപ്പമാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളികൾ മുഴുവനും. അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ ശ്രദ്ധ അതാണ്, ലീഗിന്റെ നീക്കം അതാണ് ആഗ്രഹിക്കുന്നത്. ആ നീക്കത്തിന്റെ പിന്നിൽ
നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്തതായി അയ്യപ്പൻ കൂടാണ് നിങ്ങളോട് സംസാരിക്കും.